ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമ്മയുടെ ഹസ്ബൻഡിൻ്റെ ഫൈനൽ എപ്പിസോഡാണ് കേട്ടോ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഹീറോനാണ്. ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനോട് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവന് വേണോ വേണ്ടെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഞാനിതിൽ പോയിസണൊന്നും കലർത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വേഗം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റി ആണെങ്കിൽ അത് നോക്കണം കേട്ടോ. അതായത് ഇവിടെ ഇപ്പം എന്താ നടക്കണേന്ന് നോക്കണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫുഡൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവേണ്ട. എന്നിട്ട് അവൾ ചോദിക്കേണ്ടത് ഇത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവനും ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളും ഭയങ്കര ഹാപ്പിക്ക് ആവേണ്ട. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവൾ കുക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ അവളടുത്ത് സംസാരിക്കണതൊക്കെ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ വർക്കിന് പോകാൻ വേണ്ടി എണീക്കേണ്ട. അപ്പോൾ ഈ ടൈമിൽ ഇവളാണെങ്കിൽ അവൻ്റെ കോട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ഹീറോയിന് ഇവനോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണത്. എന്നിട്ട് ആ ബായ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ആൻറ്റി കാണില്ല. എൻ്റെ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇനി തൊട്ട് ഞാൻ ഹീറോയിന് നല്ല രീതിയിൽ കെയർ ചെയ്യും. ഞാൻ പണ്ടത്തെ ഞാനെല്ലാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് സോറി. ആൻറ്റിനെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആൻറ്റിക്ക് നമ്മുടെ ഹീറോയിനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. കാരണം അവളെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്ന ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് പറയാണ് എനിക്കെൻ്റെ വീട് വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവളുടെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ചർച്ച നടക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഇവിടെ എണീക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടല്ലോ, അവൾ വന്നിട്ട് പറയണ്ടായിരിക്കുമ്പോൾ ഹീറോയിൻ ഡിവോഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവളെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാഡൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ അടുത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ കയറിയിട്ട് അമ്മ പറയുന്നത് എൻ്റെ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അമ്മ അവിടെ ഇരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അവർ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഹീറോയിനും പറഞ്ഞിട്ട് അച്ഛനമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കസിൻ സിസ്റ്ററുടെ അമ്മയാണെങ്കിൽ പറയുകയാണ് ഈ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ഉണ്ടല്ലോ, ആളുടെ സിസ്റ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി പറയുകയാണ് ഇനി നമുക്ക് വേറൊരു റിച്ച് മാനെ പിടിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിന്നെ അവൻ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞില്ല, അപ്പോൾ കാശിന് എന്തായാലും ആവശ്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ആൻറ്റിയാണ് ഇവൾ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് സെക്കൻഡ് ഈ ആൻറ്റി പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാരേജ് നോക്കാൻ എനിക്കറിയാം, ആൻറ്റി നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി ഇപ്പോഴും യങ് ആയിട്ടല്ല ഇരിക്കണം, അപ്പോൾ ഒരു കാര്യം ചെയ്യും ആൻറ്റി ആ റിച്ച് മാനെ മാരേജ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ഹീറോ അവിടെ ക്യാൻറ്റർ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനമ്മയും ഹീറോയിനെ ആദ്യമായിട്ടാണ് കാരണം ഇവരുടെ മാരേജിന് അവർ പോയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഹീറോൻ്റെ ഗ്രാൻഡ് ഫാദറും ഹീറോയിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും ഒരു കല്യാണമൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പരിചയപ്പെടുത്തിയിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവനെ ആരും ഹേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ പറയണത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പേരൻസിനാണെങ്കിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ലൂൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ ലൂൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റിക്കാണെങ്കിൽ ഇത് കിട്ടിയ അവസരം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ നോക്കിയിട്ട് പറയാണ് അല്ല ലുലു നീ മാരേജ് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരു മ്യൂട്ട് ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടുമ്പോൾ ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെല്ലാവരും ഇങ്ങനെ പറയണം, കാരണം ഇവനത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ അടുത്ത് നിൽക്കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ദേഷ്യം അവൾക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സൈലൻ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പാർട്ടിക്ക് പോയാലും അവൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. കാരണം ഇവന് സംസാരിക്കാൻ കഴിയില്ല, കുറേ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതേ ടൈമിൽ തന്നെ ടി വിക്കൂടെ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പ്രമുഖ ബിസിനസ് മാൻ മിസ്റ്റർ ഫൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ വരുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കാണുമ്പോൾ ഇത് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ ചിന്തിക്കുകയാണ് ഇത്ര നല്ല ടോപ്പ് റിച്ച് മാനാണോ നമ്മുടെ ഹീറോയി മാരേജ് എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞാൻ കസിൻ സിസ്റ്ററുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഓൾഡ് മാൻ പറയാണ് ഹലോ സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോൻ്റെ കമ്പനിയിലായിരിക്കും ഇയാൾ വർക്ക് ചെയ്യുക. പക്ഷേ ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ന്യൂസിലോട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പെണ്ണിനും ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവള് കല്യാണം കഴിച്ച് ഇത്ര വലിയ റിച്ച് മാനൊക്കെയാണ്
അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഉണ്ടല്ലോ ഇത്ര നേരം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹെർട്ട് ചെയ്തല്ലോ. ഇപ്പോൾ ഈ സമയത്ത് അവൻ നല്ല കാശുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണം, നമ്മളൊക്കെ ഒരു ഫാമിലിയിലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആൻറ്റിയുടെ മോനും ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ടീവളാണെങ്കിൽ ഉണ്ടല്ലോ അവരുടെ അടുത്ത് ഫയർ ചെയ്യാണ് കേട്ടോ. അതായത് ഇത്ര നേരം നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ ഹേർട്ട് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള യോഗ്യത നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആൻറ്റി പറയുന്നുണ്ട് അവളുടെ ബിസിനസ് കുറച്ച് ഡല്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ക്യാഷ് എന്നിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ എൻ്റെ നിന്ന് വാങ്ങിയ കാശൊക്കെ തിരിച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മോളുടെ ബോയ് ഫ്രണ്ട് അല്ല ആളോട് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻറ്റിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല മറുപടി ആൻറ്റിക്ക് കൊടുക്കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിലല്ലോ ആൻറ്റിൻ്റെ മോളുണ്ടല്ലോ ആ മോളെ നോക്കിയിട്ട് പറയുകയാണ് നിനക്ക് മാരേജ് ചെയ്യാൻ ഈ ഓൾഡ് മാനെ കിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട്. നീ ഈ ലുലുവിനെ കണ്ട് പഠിക്കും, നീ ഈ ലുലും ഒരു പ്രായം തന്നെയല്ല, എന്നിട്ട് അവൾ മാരേജ് ചെയ്ത ഒരു റിച്ച് മാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഈ കസിൻ സിസ്റ്റർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ കസിൻ സിസ്റ്റർക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നാമത്തെ തന്നെ ഓൾറെഡി ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാരേജ് ചെയ്തത് നല്ല റിച്ച് മാനാണല്ലോ. എന്നിട്ട് ഇവളാണെങ്കിൽ അമ്മോട് നിർത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഓൾഡ് മാൻ, അയാൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷേമാവുണ്ട്. കാരണം ഇയാൾ ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആൻറ്റി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുണ്ടല്ലോ. എന്നിട്ട് ഇയാളിങ്ങനെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻ സിസ്റ്റർ അടുത്ത് പറയണത് വാഹാണി നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഇറങ്ങിക്കോ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലിക്കാരെ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് എല്ലാവരും പോകുന്നുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ അച്ഛനെ ചെവി പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ നീ ഇതുപോലുള്ള കസിൻസിനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ഛൻ പറയുകയാണ് അമ്മയുടെ അടുത്ത് ദേ എൻ്റെ സണ്ണിൽ നോക്കുന്നുണ്ട്, നീ വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ ഈ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് പോവാണ്, എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോള് മാരേജ് ചെയ്ത് നല്ലൊരു റിച്ച് മാൻ അതുപോലെ നല്ല പേഴ്സണായിട്ടുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ സ്വയം പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പോയി നോക്കി നമ്മുടെ അച്ഛനമ്മ നിൽക്കണം എന്നിട്ട് പറയണത് ഇവർ നല്ല പെർഫെക്റ്റ് കപ്പിളാണെന്നാണ് കേട്ടോ നമ്മുടെ അച്ഛനമ്മോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മയും പറയണം ആദ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവൾ നൈറ്റ് ആണെങ്കിൽ ഈ മെയിൽ മോഡൽസ് ഒക്കെ ഉള്ള ക്ലബ്ബ് ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ വിളിച്ച് വരുത്തേക്കണതാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ലുലുവിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കോൾ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫ് ഉണ്ടല്ലോ മെയിൽ മോഡലിൻ്റെ ഉള്ള ക്ലബ്ബിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിന് ഇട്ടൊരു കെണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡിവോഴ്സ് ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് റിവെഞ്ച് തീർക്കാനാണ്. അപ്പോൾ അത് കേൾക്കണ താമസം നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ അവൻ്റെ ബ്രദർ ഉണ്ടല്ലോ അവർ രണ്ടുപേരും വരുന്നുണ്ട്. ഇവളാണെങ്കിൽ വായോ അവൾ ആ റൂമിലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് അതൊന്നും വിശ്വാസം ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഹീറോയിന് ഇഷ്ടമാണല്ലോ, അവൾ എന്തായാലും ഇങ്ങനത്തെ ക്ലബ്ബിലൊന്നും വരില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രദർ പറയണം വാ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സിസ്റ്ററിലോ എന്ന് തന്നെ ആയിരിക്കും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ വേഗം ആ പെണ്ണിൻ്റെ പിറകിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. കാരണം ലൂല അങ്ങനെ ചെയ്യുന്നതാണ് ചിന്തിക്കാനായിട്ട് നമ്മുടെ ബ്രദർ വന്ന് കഴിഞ്ഞിട്ട് ഡോർമോ വന്ന് അടിച്ചിട്ട് പറയാണ് കഥക് ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ കുറേ വിളിച്ചിട്ടും ഡോർ ഓപ്പൺ ആവില്ല. എന്നിട്ട് പറയാണ് സിസ്റ്ററിലോ എനിക്ക് എൻ്റെ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യലേ വേണ്ട, അതെന്തായാലും നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആരും നമ്മുടെ ഹീറോയും ബ്രദറുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ബ്രദർ നീ എന്തെവിടെ, അല്ല ഹസ്ബൻഡ് എന്തെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ ഇത്ര നേരം വിചാരിച്ചത് നമ്മുടെ ഹീറോയിനോട് ഉണ്ടായിരിക്കില്ല എന്ന് കേട്ടോ. പക്ഷേ ഇവളെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബ്രദർ പറയുകയാണ് കണ്ട സിസ്റ്ററിലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആരാകത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ച് മാറ്റി കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണിന് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി താന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അകത്ത് വന്ന് നോക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരേണ്ട ടൈമിൽ വേറെ ആരുമില്ല കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ വേറൊരു ബ്രദറുണ്ട്, അവനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് കണ്ട് ഈ പെണ്ണൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബ്രദറാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവന് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവന് ക്യാഷിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവൻ മെയിൽ മോഡലായിട്ടാണ് ഇവിടെ ക്ലബ്ബിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്ററിലോ എന്നെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ നല്ല രീതിയിൽ ഫയർ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവേണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ തേടി ഇവിടെ വന്നതാണെന്ന് കേട്ടോ. ആക്ച്വലി അവൾ ഇവനെ തേടിയാണ് വന്നിട്ടുണ്ടായിരിക്കും, ഇവനുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. കുറേ നാളായിട്ട് വീട്ടിലൊന്നും വരാണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് ഇവൻ്റെ കാര്യം ഓർത്തിട്ട് കുറച്ച് വിഷമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ എങ്ങനെയും വീട്ടിൽ
കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവൻ പറയാണ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവനാണെങ്കിൽ ചോദിക്കുകയാണ്, അല്ല നമ്മുടെ സിസ്റ്ററിനോ മൊത്തത്തിൽ ചേഞ്ച് ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ മറ്റേ ബ്രദറും വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാണ് ശരി ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ്, അത് ശരി അപ്പോൾ നീയാണല്ലോ എൻ്റെ ഹസ്ബൻഡിനും ബ്രദറിനെ ഇൻഫോം ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ഫ്രണ്ട് പറയാണ്, അല്ല ലുലു നീ ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളും പറയണ്ടേ എനിക്കറിയാം നിന്നെക്കുറിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആവാൻ വേണ്ടല്ലോ നീ ഈ പ്ലാൻ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിൻ്റെ സ്വപ്നം മാത്രമായിരിക്കും എന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഡിവോഴ്സ് ആവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനെന്താ റീപ്പേ ഞാൻ എന്തായാലും തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ബ്രദറിനെയും അതുപോലെ തന്നെ ഹീറോയിനൊക്കെയാണ് കേട്ടോ. അവരൊക്കെയാണ് വീട്ടിൽ നിന്ന് സംസാരിക്കാൻ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദർ വീണ്ടും സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ സിംഗർ ആവണം, അതിന് വേണ്ടി കുറേ ക്യാഷ് വേണം, അതിന് വേണ്ടിയിട്ടാണ് അവൻ അവിടെ പോയത് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ പിറകിൽ നടക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല, അവന് സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കണം അതാണ് കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണ് സിസ്റ്ററിനോട് എങ്ങനെ ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേ ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിനക്കല്ലെങ്കിൽ എപ്പോഴും തെറ്റിദ്ധാരണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് നമ്മുടെ ഗ്രാൻഡ് പ നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആ ഗ്രാൻഡ് പേനെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സിസ്റ്റർ ലോയും വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ദേഷ്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഗ്രാൻഡ് പേനെ കാണാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് അതേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗ്രാൻഡ് പ നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്തായാലും ഗ്രാൻഡ് പേനെ മീറ്റ് ചെയ്യാൻ പോകണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗ്രാൻഡ് പേരുടെ അടുത്ത് ഈ കാര്യം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ മെയിൽ മോഡലായിട്ട് ക്ലബ്ബിൽ ഇങ്ങനെ ജസ്റ്റ് ജോബ് ചെയ്തു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പേനെ ഷൗട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവരും ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കാൻ കേട്ടോ, എന്തായാലും ഗ്രാൻഡ് പേനെ മീറ്റ് ചെയ്യാൻ പോകണമെന്നാണ് അവൾ ആലോചിക്കുന്നത് കേട്ടോ. അതായത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഗ്രാൻഡ് പേനെ പഴയ രീതിയിലൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സമയത്ത് നല്ല രീതിയിൽ ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതായത് മോശമായിട്ട് ആളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവൾ ചിന്തിക്കണത് കേട്ടോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ റീസെറ്റായിട്ട് വന്നേക്കണതല്ലേ, അങ്ങനെ ഇവൾക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഗ്രാൻഡ് പേനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും മാത്രം വേറെ സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഗ്രാൻഡ് പേരെ അടുത്ത് പോകാൻ അവൾക്ക് കുറച്ചിങ്ങനെ ഇതുണ്ട്. എന്നിട്ട് ഇവൾ പറയുന്നത് ഞാൻ എങ്ങനെ ഗ്രാൻഡ് പേരെ അടുത്ത് പോകാമെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് അവളെ കസിൻ ബ്രദർ ഉണ്ടല്ലോ അവനാണെങ്കിൽ വരുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറയാണ് സിസ്റ്റർ ഇവിടെയാണോ എന്ന് ചോദിക്കുന്നുണ്ടോ, ഞാൻ കുറേ നേരമായിട്ട് സിസ്റ്റർ അന്വേഷിച്ച് നടക്കുകയാണ്, ഇപ്പോഴാണ് കണ്ടു കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രദർ പറയാണ് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ട്, എത്രയും വേഗം കുറച്ച് ക്യാഷ് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളെ കൈ കയറി പിടിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കണത്. അപ്പോൾ ദൂരെ നിന്നിട്ട് നമ്മുടെ ഹീറോയും അതുപോലെ ബ്രദേഴ്സൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് വിടറ എൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ വിടണില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒരു ബ്രദർ പറയുകയാണേ, അല്ല നമ്മുടെ സിസ്റ്ററിനോട് അടുത്ത് വീണ്ടും അവൻ കാശ് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ക്യാഷ് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ മറ്റേ ബ്രദർ ഇവൻ്റെ അടുത്ത് പറയുകയാണേ, നമ്മുടെ സിസ്റ്ററിനോ ഇപ്പോൾ ക്യാഷ് ഒന്നും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളെ ക്യാരക്ടർ മൊത്തത്തിൽ ചേഞ്ച് ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ വാങ്ങി ക്യാഷ് അവരുടെ അടുത്ത് തിരിച്ചു വെക്ക് നീ കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ ബ്രദറാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈയാണെങ്കിൽ കയറി പിടിച്ചേക്കാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൈ വിടാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചെക്കനാണെങ്കിൽ വിടണില്ലല്ലോ. എന്നിട്ട് ഇവളാണ് ചെയ്യുന്ന പറയട്ടെ കുറച്ച് അടി അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ പബ്ലിക് പ്ലേസിൽ ഇതുപോലെ ഒരു പെണ്ണിൻ്റെ കൈ കയറി പിടിക്കുകയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ക്യാഷ് അല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറേ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിക്കണ കാണുമ്പോഴല്ലേ ഈ ചെക്കൻ പറയണ നീ എന്നിട്ട് തന്നെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് പിന്നെ നീ എന്നോട് എന്നിട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തമ്മിൽ ഈ പെണ്ണിനെ ഇവളെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറേ അടി അടിക്കുന്നുണ്ട് കേട്ടോ ഈ പയ്യനെ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മറ്റേ ബ്രദർ പറയുകയാണേ ദേ കണ്ട ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററോ കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഈ ബ്രദർ പറയുകയാണ് ശരിയാണ് എന്തായാലും എനിക്ക് കിട്ടിയ അടി വെച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു, ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയെങ്കിലോ എന്ന് പറയണ്ടേ, എനിക്ക് നല്ല അടി കിട്ടി സിസ്റ്ററിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ചെക്കനാണെങ്കിൽ ദേഷ്യം വന്ന് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിച്ചടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റാണെങ്കിൽ നമ്മുടെ ഹീറോ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണിങ്ങനെ തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വന്നിട്ട് ആ ചെക്കൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ നല്ല ദേഷ്യത്തോടെയാണ് നോക്കണത് കേട്ടോ. അത് കഴിയുമ്പോൾ ഈ ചെക്കനാണെങ്കിൽ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ താഴെ വീഴുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ റിയാക്ഷൻ എന്ന് വെച്ചാൽ വേറൊന്നല്ല, എൻ്റെ വൈഫിൻ്റെ മേൽ കൈ വയ്ക്കുമെന്നാണ് അവൻ ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ നമ്മുടെ ഹീറോനെ കണ്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോ എന്ന് വെച്ചാൽ റിച്ച് മാനാണല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മിസ്റ്റർ ഫൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ അതൊന്നും കേൾക്കണില്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പ പറയാണ് കണ്ട നിൻ്റെ ബ്രദർ
ബ്രദറിനും സിസ്റ്ററിനോനും പോയി നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രദേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പോയി അവൻ അടിക്കിടാന്ന് നമ്മുടെ ഗ്രാൻഡ് പിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരും ശരി അത് കേൾക്കേണ്ട താമസം ഇവരാണെങ്കിൽ ആ കസിൻ ബ്രദറെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കസിൻ ബ്രദറാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ കേൾക്കണ മറ്റൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ ചെക്കനാണെങ്കിൽ ആ ബ്രദർ നല്ല അടി കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഗ്രാൻഡ് പേരുടെ അടുത്ത് വന്നിട്ട് പറയാണ് സോറി ഗ്രാൻഡ് പാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മാറിയെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഗ്രാൻഡ് പേട് എന്ത് സംസാരിക്കുന്നത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഗ്രാൻഡ് പേട് മോശമായിട്ട് കുറേ മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട്, അതിനൊക്കെ സോറി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പാ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് പി സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരു ഫാമിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ 2 ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവന്മാരാണെങ്കിൽ നമ്മുടെ ഹീറോ അതുപോലെ ഹീറോയിൻ ഗ്രാൻഡ് പ ഇവർ 3 പേരും സംസാരിക്കുന്ന ദൂരെ നിന്ന് കാണണ്ട. എന്നിട്ട് ഇവർ പറയാണ് ഇപ്പം നമ്മുടെ ബ്രദറിൻ്റെ മുഖത്താണെങ്കിൽ നല്ല സ്മൈൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും ഹാപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിസ്റ്ററിനോ ചേഞ്ച് ആയതോടുകൂടി തന്നെ ബ്രദറിൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നിട്ട് ഇവർ 2 പേരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് പടയും നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാൻ കേട്ടോ, അതായത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫെന്ന് ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പാർട്ടി വരുന്നുണ്ട് നാളെ, ആ പാർട്ടിക്ക് നിങ്ങൾ എന്തായാലും പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പ്രോബ്ലം നമ്മുടെ ഹീറോയിനെ അറിയാമല്ലോ. ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ കൈ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഗ്രാൻഡ് പേരുടെ അടുത്ത് പറയുന്നുണ്ട് പാർട്ടിക്ക് ഞങ്ങൾ പോകണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗ്രാൻഡ് പേ ചോദിക്കേണ്ടത് എന്ത് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആക്ഷൻ കാണിച്ചിട്ട് പറയാണ് പാർട്ടിക്ക് പോകാമെന്ന് ഇങ്ങനെയൊക്കെ തലയാട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് ചോദിക്കുകയാണ് പാർട്ടിക്ക് പോകണമെന്നോ ചോദിക്കണ്ട. അപ്പോൾ ഇവനും അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഹീറോയിൻ പാർട്ടിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആരെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ചെയ്ത് പറഞ്ഞാലെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇവർ പാർട്ടിക്ക് പോവാണ്. പാർട്ടിക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവർ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വേറൊരു പ്ലേസിലേക്ക് പോകണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുന്ന് കേക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ 2 പയ്യന്മാരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കി പറയാണ് ഈ പെൺകുട്ടിനെ കാണാൻ എന്തൊരു ക്ലാമറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവള് മാരേജ് ചെയ്തതോ ആ സംസാരിക്കാൻ കഴിയാത്ത ആളല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് പണം ഉണ്ടായിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നത് മൊത്തം കേൾക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് വന്നിട്ട് പറയാണ് എൻ്റെ ഹസ്ബൻഡിനെ സംസാരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് ഈ വേൾഡിൽ തന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ആളിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാരെ അടുത്ത് ഇങ്ങനെ വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ചെക്കന്മാർ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇവന്മാരാണെങ്കിൽ സോറി പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഹസ്ബൻഡൊന്നും കേട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓൾറെഡി കേട്ടിട്ടുണ്ടിട്ട് നമ്മുടെ ഹീറോയിന് പറയുന്നുണ്ട് അവർ പറയുന്നൊന്നും വെച്ചേക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനസ്സിൽ വെച്ചേക്കണ്ട അതൊക്കെ വിട്ട് കളയുന്ന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ അവിടെ നിന്ന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ബ്രദേഴ്സ് വന്നിട്ട് പറയുകയാണ് ഹീറോയിൻ്റെ അടുത്ത് വീട്ടിൽ ഞങ്ങളുടെ ബ്രദറിനെ ബുള്ളി ചെയ്യാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്, ഞാനെന്തിനാണ് നിങ്ങളുടെ ബ്രദറിനെ ബുള്ളി ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ബ്രദറിനെ ബുള്ളി ചെയ്ത് ഞാനല്ലത് അവരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്കുള്ളത് നല്ലത് കൊടുക്കാൻ പറയുന്നുണ്ട്. അവർ ഈ പാർട്ടിങ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ബ്രദേഴ്സും പറയണം ആ ശരി സിസ്റ്ററിലോ ഒന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാർ 2 പേരുണ്ടല്ലോ ആ പയ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചെക്കന്മാർ പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ചെക്കന്മാർ പേടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് എന്നിട്ട് ഈ ചെക്കന്മാരെ പിടിച്ച് വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ ബ്രദറിനെ ഹേർട്ട് ചെയ്ത് കൊണ്ട് നിങ്ങൾ ഈ പാർട്ടി അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്മാരെ പിടിച്ചാണെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ആണെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുകയാണല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാരെ പിടിച്ച് പുറത്താക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സിനെ ഫോളോ ചെയ്തിട്ട് അവൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ഭാഗം കൂടി അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം വേണ്ട ലുല്ലു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം അവൻ സംസാരിക്കാൻ കേട്ടോ. വേണ്ട ലുല്ലു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒന്ന് ഷോക്ക് ആവേണ്ടിട്ടാ. ഇത് നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ല എന്താ ഹസ്ബൻഡ് ഇപ്പം എന്നെ വിളിച്ച ലുല്ലു എന്ന് വിളിച്ചൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ വീണ്ടും മൊബൈൽ ടൈപ്പ് ചെയ്യാണ് കേട്ടോ. അതായത് വെറുതെ അവരടുത്ത് സംസാരിച്ച് നിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്നാണ് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനൊന്നും സംസാരിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും വിചാരിക്കും ഇനി ജസ്റ്റ് അവൾ ഇമാജിനേഷനാണെന്ന് വിചാരിക്കും കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ സംസാരിക്കേണ്ടതാണ് വീണ്ടും. അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവർ 4 പേരും പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരാണ്. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ആ കസിനും ബ്രദറും സിസ്റ്ററും അതുപോലെ തന്നെ ആൻറ്റിയൊക്കെ ഉണ്ടല്ലോ അവരിങ്ങനെ വരും കേട്ടോ. അവർ വരുന്നത് വേറെ ഒന്നല്ല ഈ
ചെക്കനാണെങ്കിൽ നല്ല അടി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അത് ചോദിക്കാൻ വേണ്ടി വരുന്നതാണ്. അത് ചോദിക്കുകയാണ്, എന്ത് ധൈര്യം ഉണ്ടായിട്ട് നീ എൻ്റെ മോനെ തല്ലിയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ സംസാരിക്കുക. അതുപോലെ കസിൻ സിസ്റ്റർ പറയാണ്, എന്തിനാ എൻ്റെ ബ്രദറിനെ ഇങ്ങനെ അടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നത്. എന്നിട്ട് നമ്മുടെ ആൻറ്റി പറയാണ്, നമ്മളൊക്കെ ഒരേ ഫാമിലി അല്ല, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ അവനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഈ ഗുണ്ടകളെ വെച്ചിട്ട് എൻ്റെ മോനെ അടിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബ്രദേഴ്സും ഉദ്ദേശമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ബ്രദർ നമ്മുടെ ആൻറ്റിയുടെ അടുത്ത് സംസാരിക്കാൻ പോകണ്ട. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവർ തടഞ്ഞിട്ട് പറയാണ്, ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ആൻറ്റിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ട് യൂസ്ലെസ് ആയ മക്കളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ കസിൻ സിസ്റ്റർ അതുപോലെ കസിൻ ബ്രദർ ഉണ്ട്, ഇവരെ കൊണ്ട് എന്ത് ഉപകാരമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ചിട്ടല്ലേ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവന്മാർ എന്തെങ്കിലും നിങ്ങൾക്ക് ₹1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റിയോട് സംസാരിക്കണം. എന്നിട്ട് പറയാണ്, എത്രയും വേഗം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമൊക്കെ എനിക്ക് തിരിച്ചു തന്നു, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ലോയറെ കൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ എൻ്റെ പേരിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ലൈറ്റായിട്ട് സ്മൈൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, നമ്മുടെ ഹീറോൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ കൈയാണ് ഞാൻ വിടിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദർ അതൊക്കെ കണ്ടിട്ട് ബ്രദർ പറയാണ്, അല്ല എന്ത് ധൈര്യം ഉണ്ടെങ്കിലാണ് നീ ഞങ്ങളുടെ ഏട്ടൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിസ്റ്ററിലോൻ്റെ ഏഴയിലത്ത് പോലെ നിൽക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കസിൻ സിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കസിൻ സിസ്റ്റർ മനസ്സിലാലോചിക്കുകയാണ്, ആ ഓൾഡ് മാനെ നോക്കിയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല, അയാളാണെങ്കിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും അടിച്ച് പുറത്താക്കുന്നുണ്ടോ, വേഗം പൊക്കോ, വേഗം ഞങ്ങളുടെ കാശ് തിരിച്ചു തന്നോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ കോർട്ടിൽ കേസ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബ്രദേഴ്സും പറയുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ പൊളിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സിസ്റ്ററിൻ്റെ നല്ല ടാലൻറ്റുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവാൻ കേട്ടോ. എന്നിട്ട് പറയുന്നത് നമ്മൾക്ക് ഒരു ഫാമിലി എന്ന് പറയാനിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അടി കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രദേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സും പറയാണ്, ഓക്കെ സിസ്റ്ററിലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 4 പേര് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അത് നൈറ്റ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് സംസാരിച്ചിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങണ്ടായിരിക്കും. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ ബെഡിൽ കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കി ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാണ് അവൻ കിസ് ചെയ്യണത്. അപ്പോൾ ഈ ടൈമിൽ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണു നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മൾ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, അത് ശരി ഹസ്ബൻഡ് സീക്രറ്റായിട്ട് കിസ് ചെയ്യായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്ത് അന്നനായിട്ട് ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഗ്രാൻഡ് പേനെ കാണാൻ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതേ ടൈമിൽ ഗ്രാൻഡ് പേണെങ്കിൽ കുറേ ഡയമണ്ട്സും അതുപോലെ ജ്വല്ലറി ഐറ്റംസൊക്കെ നമ്മുടെ ഹീറോയിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതൊക്കെ നമ്മുടെ ഹീറോയിനെ പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കണ്ണൊന്നും തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ഇതൊക്കെ എനിക്കാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പേൻ പറയുന്നുണ്ട്, അതൊക്കെ മോൾക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. മോൾ ഞങ്ങളുടെ ഏഞ്ചലാന്ന് പറയുന്നുണ്ട്. മോൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് ഹാപ്പിനെസ് ഒക്കെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ നല്ല മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ബ്രദേഴ്സും പറയാണ്, അത് ഇതൊക്കെ സിസ്റ്റർ ലോയ്ക്കുള്ളതാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സിസ്റ്റർ ലോ വാങ്ങിക്കോ, ഇതിനുള്ള അർഹതയൊക്കെ സിസ്റ്റർ ലോയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരും നമ്മുടെ ഹീറോയിനെ നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇവളുടെ ലൈഫിൽ നിന്ന് ഇവൾ റീസെറ്റ് ചെയ്ത് വന്ന് എത്ര നന്നായിരുന്നു എന്നാണ് ഇവൾ ചിന്തിക്കണത് കേട്ടോ. അങ്ങനെ ഇവളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് തലകറക്കം പോലെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തല കറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ മേലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്കാവുണ്ട്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ലുലു എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദറിനും ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതായത് സിസ്റ്ററിലൊക്കെ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ലുലുന്ന് വിളിച്ചില്ല. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കേട്ടിട്ട് ഇവൾ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഹസ്ബൻഡ് സംസാരിച്ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബോധം വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ വീണ്ടും ഷോക്കാവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവളെ ഡോക്ടറൊക്കെ വന്ന് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. പരിശോധിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഹീറോ അവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ വേറെ ഒന്നും കൊണ്ടല്ല ബോധം കിട്ടുന്നത്, അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഗ്രാൻഡ് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട്
ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാണ് കേട്ടോ. അതായത് നീ ഇത്ര കെയർലെസ് ആവരുന്ന് പറയുന്നുണ്ട്, വൈഫിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് പ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ സംസാരിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കണ്ടു തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് പറയാണ് ഹസ്ബൻഡ് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ഇത്ര നാൾ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ അത് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഗ്രാൻഡ് പ പറയുന്നുണ്ട് നീ ഇങ്ങനെ നിന്റെ വൈഫിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് പ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഹീറോയിൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഹാപ്പി ആണ്ട് ഇവളെ സ്റ്റോമക്ക് തൊട്ട് നോക്കിയിട്ട് പറയാണ് ഞാനൊരു അമ്മയാവാൻ പോകാമെന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഹസ്ബൻഡ് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് എത്ര നാൾ സംസാരിക്കേണ്ടിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇവനൊരു 7 വയസ്സായിപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും ഇവനും കൂടി പോകുന്ന ടൈമിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ആ ടൈമിൽ തൊട്ട് തന്നെ എന്തൊക്കെയോ ഷോക്കായി കാരണം അവൻ ആ ടൈം തൊട്ട് തന്നെ സംസാരിക്കേണ്ടിയിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എനിക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സംസാരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടി ലുല്ലു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിന്നേക്ക് മിസ്സാവുന്നൊക്കെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ ലുല്ലു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവില്ല, നീ എന്നെ വിട്ട് പോവില്ലല്ലോ ഒരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഇല്ല ഞാൻ ഒരിക്കലും വിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.